നമ്മുടെ ഗ്രാമത്തിൽ രാവിലെ മുതൽ സ്നോഫാളാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. മറ്റു വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം മഞ്ഞുവീഴ്ച കുറവാണ്. സാധാരണ ജനുവരിയുടെ അവസാന ദിവസങ്ങളിൽ മുട്ടോളം മഞ്ഞ് ഇവിടെ ഉണ്ടാകും. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ഇവിടെ സാധാരണ മഞ്ഞുവീഴ്ച ഉണ്ടാവാറുള്ളത്. മണാലിയിലും മറ്റും ഉള്ളതുപോലെ തിരക്കോ ബഹളങ്ങളോ ഇല്ലാതെ സ്വസ്ഥമായിരുന്ന് സ്നോഫാൾ ആസ്വദിക്കാൻ പറ്റിയ ഇടമാണ് ഇത്. ഒരു വിധത്തിൽ സ്നോഫാൾ കുറഞ്ഞത് അനുഗ്രഹമാണ്. ബാഹു പട്ടണത്തിൽ നിന്നും 3 കിലോമീറ്റർ ഓഫ് റോഡ് സഞ്ചരിച്ചാലാണ് നമ്മുടെ ഫാം സ്റ്റേയിലേക്ക് എത്തിച്ചേരുക. ശക്തമായ മഞ്ഞുവീഴ്ച ഉണ്ടായാൽ ഓഫ് റോഡിലൂടെ വാഹനത്തിന് സഞ്ചരിക്കാൻ കഴിയാതെ വരും. ഇവിടെ എത്തുന്ന അതിഥികൾക്ക് മഞ്ഞിലൂടെ കുറച്ചു ദൂരമെങ്കിലും നടക്കേണ്ടി വരാറുണ്ട്. പക്ഷേ മഞ്ഞുവീഴ്ച കുറവായതിനാലും വീഴുന്ന മഞ്ഞെല്ലാം പെട്ടെന്ന് തന്നെ ഉരുകിപ്പോകുന്നത് കൊണ്ടും വാഹനഗതാഗതത്തിന് ബുദ്ധിമുട്ടില്ല. നമ്മുടെ പ്രോപ്പർട്ടി വരെ വാഹനത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നുണ്ട്. മറ്റൊരു കാര്യം, സ്നോഫാളിൽ ഉപയോഗിക്കാനായി ഈ കുട എനിക്ക് സമ്മാനിച്ചത് മുംബൈയിലുള്ള സുഷമാൻ്റിയാണ്. നമ്മുടെ ചാനലിൻ്റെ സ്ഥിരം പ്രേക്ഷക മാത്രമല്ല, എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി കൂടിയാണ് സുഷമാൻ്റി. ആൻറ്റിക്ക് പ്രത്യേകം നന്ദിയും ഈശ്വരാനുഗ്രഹവും നേരുന്നു. സമ്മാനം തരാൻ കഴിഞ്ഞില്ല എന്നോർത്ത് ആരും നിരാശപ്പെടേണ്ട കാര്യമില്ല. എല്ലാവർക്കും അതിനുള്ള അവസരം തരുന്നതായിരിക്കും. ഏതാണ്ട് 2 മണിക്കൂറോളം നിർത്താതെയുള്ള മഞ്ഞുവീഴ്ചയായിരുന്നു. വെയിലുദിച്ചപ്പോൾ മഞ്ഞുതുള്ളികളിൽ കുഞ്ഞു സൂര്യൻ പ്രതിഫലിക്കുന്ന മനോഹര കാഴ്ച. ഇങ്ങനെ പുട്ടും കടലയും കട്ടൻ ചായയും എല്ലാം കഴിച്ച് സ്വസ്ഥമായിരുന്ന് സ്നോഫാൾ ആസ്വദിക്കണമെങ്കിൽ ഹിമാചലിലെ നമ്മുടെ ഫാം സ്റ്റേയിലേക്ക് പോരാം. മഞ്ഞുവീഴ്ച നിലച്ചപ്പോൾ ചെമ്മരിയാടുകളെ മേയ്ക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഗ്രാമത്തിലെ സ്ത്രീകൾ. ഇവരുടെ ഉപജീവന മാർഗമാണ് ഇത്. അതുകൊണ്ട് തന്നെ മഞ്ഞെന്നോ മഴയെന്നോ നോക്കാതെ അവർ ആടുകളെയും കൊണ്ടിറങ്ങും. ആപ്പിൾ കൃഷിയും കന്നുകാലി വളർത്തലുമാണ് ഗ്രാമീണരുടെ പ്രധാന വരുമാന മാർഗം. എല്ലാ ദിവസവും പതിവുള്ള എൻ്റെ നടത്തം 3 കിലോമീറ്റർ അകലെയുള്ള ബാഹു പട്ടണത്തിലോ 2 കിലോമീറ്റർ അകലെ മലമുകളിലെ ബാലോക് ക്ഷേത്രത്തിലോ ആയിരിക്കും അവസാനിക്കുക.
ബാലോക് ക്ഷേത്രത്തെക്കുറിച്ച് ഇതിനു മുൻപ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അവിടുത്തെ മഞ്ഞ് കാഴ്ച ഇതുവരെ കാണിച്ചിട്ടില്ല. മഫ്ലറുകളും കരകൗശല വസ്തുക്കളും വിൽക്കുന്ന കുറച്ച് ചേച്ചിമാർ ക്ഷേത്ര പരിസരത്തുണ്ട്. കൈകൊണ്ട് ഉണ്ടാക്കിയ ചെരുപ്പുകളാണ് ഈ കാണുന്നത്. ദേവദാരു വനത്തിനുള്ളിൽ ചെറിയൊരു പുൽമേടിലാണ് ബാലോക് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ക്ഷേത്രം മഞ്ഞുമൂടി പോവുകയാണ് പതിവ്. കരകൗശല വസ്തുക്കൾ മാത്രമല്ല, ചായയും സിഡുവും മോമോസും എല്ലാം വിൽക്കുന്നുണ്ട് അവർ. നമ്മുടെ ഫാം സ്റ്റേയിൽ അതിഥികളില്ലാത്തപ്പോൾ ഇവിടെ വന്ന് ഇവരോട് വാചകമടിക്കലാണ് എൻ്റെ പ്രധാന പണി. പലപ്പോഴും ചേച്ചിമാരുടെ പാചക ക്ലാസ്സുകളായിരിക്കും എനിക്ക് നേരിടേണ്ടി വരിക. പഹാടി സ്റ്റൈലിൽ എങ്ങനെ കറികൾ ഉണ്ടാക്കാം എന്നാണ് ഈ ചേച്ചി ഇപ്പോൾ എനിക്ക് പറഞ്ഞു തരുന്നത്. डालनी मिक्सी में, फिर बनेगी इतनी कर, फिर उसके अंदर कच्चा आता नहीं होता है वो बोलना, फिर डालना तड़का, फिर खानी, फिर देखना टेस्टी कैसी होती है. ഇവിടെ കാടിനകത്ത് പാഞ്ഞു പോകുന്ന മേഘങ്ങളെ നോക്കി കിടക്കാൻ നല്ല രസമാണ്. ഫാം സ്റ്റേയുടെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.